നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ റയൽ മാഡ്രിഡിനെ തകർപ്പൻ ജയം. ഏകപക്ഷീയമായ 5 ഗോളുകൾക്കാണ് അവർ ഖൈറത്ത് അൽമാറ്റിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഹാട്രിക്കാണ് കിലിയൻ എംബാപ്പെ ഈ കളിയിൽ നേടിയിരിക്കുന്നത്. കൂടാതെ കമവിംഗയും ബ്രയൻ ഡയസും ഓരോ ഗോളുകളും കണ്ടെത്തുകയുണ്ടായി. കസാക്കിസ്ഥാൻ ക്ലബ്ബായ ഖൈറാത്തിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ റയൽ മാഡ്രിഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കിലിയൻ എംബാപ്പെ, വിനി ജൂനിയർ, ആർദ ഗ്യൂളർ, മസ്റ്റൻഡൂനോ എന്നിവരൊക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. കഴിഞ്ഞ വീക്കെൻഡിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനോട് പൊട്ടിയ റയൽ മാഡ്രിഡിന് മികച്ചൊരു വിജയം ഇവിടെ അനിവാര്യമായിരുന്നു. മാത്രമല്ല UCL ആദ്യ 2 മത്സരങ്ങളും വിജയിച്ച് മികച്ച രൂപത്തിൽ അവർ മുന്നോട്ട് പോവുകയാണ്. സുപ്രധാനമായ മത്സരങ്ങൾ വരാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ സ്കോഡും കൊണ്ട് തന്നെ ഇറങ്ങാൻ സാബി അലോൺസോ തീരുമാനിക്കുകയായിരുന്നു. കളിയുടെ തുടക്കം മുതൽ റയൽ മാഡ്രിഡിൻ്റെ ആധിപത്യമായിരുന്നു. 25-ാമത്തെ മിനിറ്റിൽ പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് കിലിയൻ എംബാപ്പെ ഗോളടി തുടങ്ങി വെക്കുകയായിരുന്നു. തുടർന്ന് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് അവർ മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ കൂടുതൽ ഗോളുകൾ പിറന്നു. കോർട്ടുവയുടെ അസിസ്റ്റിൽ നിന്നാണ് രണ്ടാം ഗോള് എംബാപ്പെ നേടുന്നത്. ഖൈറാത്തിൻ്റെ മുന്നേറ്റം റയൽ മാഡ്രിഡിൻ്റെ പെനാൽറ്റി ബോക്സിലേക്ക് എത്തിയ സമയത്ത് അദ്ദേഹം ആ ബോൾ ക്ലിയർ ചെയ്ത് കൃത്യമായി എംബാപ്പെ മുന്നിൽ കയറി നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് എംബാപ്പെ ആ ബോളും കൊണ്ടുപോയി അത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. ആ ഗോളിനെ കുറിച്ച് പിന്നെ എംബാപ്പെ പറഞ്ഞത് അതിൻ്റെ 80% ക്രിയേറ്റ് ചെയ്തത് കോർട്ടുവയാണ്, എൻ്റെ വക 20% ഉള്ളൂ എന്നാണ്. പിന്നീട് റയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ 73-ാമത്തെ മിനിറ്റിൽ എംബാപ്പയുടെ ഹാട്രിക്ക് പിറന്നു. ആർദ ഗ്യൂളറിൻ്റെ അസിസ്റ്റിൽ നിന്നാണ് അദ്ദേഹം ഹാട്രിക്ക് പൂർത്തിയാക്കിയത്. റോഡ്രിഗോ 83-ാമത്തെ മിനിറ്റിൽ കൊടുത്ത അസിസ്റ്റിൽ നിന്ന് എഡ്വാർഡോ കമവിംഗയും ഒടുവിൽ ബ്രയൻ ഡയസ് അവസാന ഘട്ടത്തിലും ഗോളടിച്ചതോടെ ഏകപക്ഷീയമായ 5 ഗോളുകളുടെ തകർപ്പൻ ജയം തന്നെ റയൽ മാഡ്രിഡ് കളിയിൽ നേടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.